ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വികസിത ഇന്ത്യ സാധ്യമാകാൻ സമത്വം, നീതി, ഗോത്രവർഗങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കേരളത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നാളെ. പെൺകുട്ടികൾ നയിക്കുന്ന മാറ്റമെന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസയിൽ നിന്ന് സൈന്യത്തെ ഭാഗികമായി പിൻവലിച്ച് ഇസ്രായേൽ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. 2047 വികസിത ഇന്ത്യ എന്ന ദർശനം കൈവരിക്കുന്നതിന് സമത്വം, നീതി, ഗോത്രവർഗങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലെ ആഫ്രിക്കൻ വേരുകളുള്ള സിദ്ധി ഗോത്ര വിഭാഗത്തിലെ അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ശാക്തീകരണത്തിനും പുരോഗതിക്കുമുള്ള ഒരു മാർഗമായി വിദ്യാഭ്യാസം പിന്തുടരാൻ ഗോത്ര ജനതയെ പ്രോത്സാഹിപ്പിച്ച ശ്രീമതി മുർമു സിദ്ധി സമൂഹം 72% സാക്ഷരതാ നിരക്ക് കൈവരിച്ചതിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് രാഷ്ട്രപതി ഗുജറാത്തിലെത്തിയത്. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കാർഷിക അനുബന്ധ മേഖലകളിലായി 42,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുന്നത്. 24,000 കോടി രൂപ അടങ്കലുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, വിള വൈവിധ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിര കാർഷിക രീതികൾ മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിടുന്നു. 11,000 കോടി രൂപയിലധികം ചെലവിൽ പയർവർഗ്ഗങ്ങളിൽ സ്വയം പര്യാപ്ത ദൌത്യവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പയർവർഗ്ഗങ്ങളുടെ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക, പയർവർഗ്ഗ കൃഷിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുക, മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം കൂടാതെ ഭക്ഷ്യ സംസ്കരണ മേഖലകളിൽ 5,450 കോടി രൂപയിലധികം വിലമതിക്കുന്ന പദ്ധതികൾ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവിയും കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂറും പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ സന്ദർശിച്ചു. മന്ത്രാലയത്തിന്റെ പ്രധാന പദ്ധതികൾ, സംരംഭങ്ങൾ എന്നിവയെക്കുറിച്ച് ഉപരാഷ്ട്രപതിയോട് വിശദീകരിച്ചു. സ്ത്രീകൾക്കെതിരെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ഉപരാഷ്ട്രപതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കണമെന്ന് നിർദ്ദേശിച്ചു. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ യാത്രാ നിരക്കുകൾ ന്യായമായ തലങ്ങളിൽ നിലനിർത്തണമെന്ന് വ്യോമയാന മന്ത്രി K. രാമമോഹൻ നായിഡു വിമാന കമ്പനികളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന പ്രതിമാസ അവലോകന യോഗത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ശ്രീ നായിഡു നിർദ്ദേശിച്ചു. എയർലൈനുകൾ നടത്തുന്ന പരാതി പരിഹാരവും മന്ത്രി അവലോകനം ചെയ്തു. യാത്രക്കാരുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യാത്രക്കാരുടെ സൌകര്യം മുൻഗണനയായി തുടരുമെന്നും തിരക്കുള്ള റൂട്ടുകളിൽ അധിക സർവീസ് വിന്യസിച്ചിട്ടുണ്ടെന്നും കമ്പനികൾ അറിയിച്ചു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ മാനസികാരോഗ്യ അംബാസഡറായി പ്രശസ്ത അഭിനേത്രി ദീപിക പദുക്കോണിനെ നിയമിച്ചു. ഈ രംഗത്ത് രാജ്യം കൈവരിച്ച സുപ്രധാന മുന്നേറ്റങ്ങളെ അടിസ്ഥാനമാക്കി മാനസികാരോഗ്യ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിന് സംഭാവന നൽകുകയാണ് ലക്ഷ്യം. രാജ്യത്തുടനീളം അവബോധം വളർത്തുന്നതിനും മികച്ച മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ ഊർജിതമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. രാഷ്ട്രപതിയുടെ ദർശനത്തിനും വിശ്രമത്തിനുമുള്ള ക്രമീകരണങ്ങളാണ് ഒരുങ്ങുന്നത്. ഈ മാസം 22-നാണ് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നത്. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 38 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്.
പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം കേരളത്തിൽ നാളെ നടക്കും. 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ നൽകി യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. സ്കൂളുകൾ, അംഗനവാടികൾ, വായനശാലകൾ, സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയും ട്രാൻസിറ്റ് ബൂത്തുകൾ വൈകിട്ട് 8 മണി വരെയും പ്രവർത്തിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സിഡ്നിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ വ്യവസായ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓസ്ട്രേലിയയുടെ പ്രതിരോധ സഹമന്ത്രി പീറ്റർ ഖലീൽ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിരോധ സാങ്കേതികവിദ്യ, ഉൽപാദനം, നൂതനാശയം എന്നിവയും മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് സംരംഭങ്ങളും ചർച്ചയായി. സിഡ്നിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. Today, as we gather under the banner of our comprehensive strategic partnership established in 2020, we stand at a pivotal juncture to reposition our defense relations not merely as partners but as co-creators of a secure and prosperous Indo-Pacific. Over the past few years, India and Australia have witnessed a remarkable transformation in our bilateral relations. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. പെൺകുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായാണ് എല്ലാ വർഷവും ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ പുരോഗതി ഉറപ്പുവരുത്തുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് ഈ ദിനാചരണം ലക്ഷ്യമിടുന്നത്. പെൺകുട്ടികൾ നയിക്കുന്ന മാറ്റം, പ്രതിസന്ധി നേരിടാൻ മുൻനിരയിൽ പെൺകുട്ടികൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. രാജ്യത്ത് നിലവിൽ വന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ ഹിമാചൽ പ്രദേശിലുടനീളമുള്ള കർഷകർക്കും വ്യവസായങ്ങൾക്കും ആശ്വാസമാകുന്നു. പാക്കേജിംഗ് വസ്തുക്കളുടെ GST കുറച്ചത് ആപ്പിൾ കർഷകർക്കും നേട്ടമാവുകയാണ്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, മെഡിക്കൽ ഉപകരണ വ്യവസായം എന്നീ മേഖലകളിൽ ചില്ലറ വിൽപ്പനയ്ക്കെത്തുന്ന ഉൽപ്പന്നങ്ങളുടെ വില കുറയാൻ GST പരിഷ്കരണം സഹായിക്കും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 318 റൺസ് എന്ന നിലയിലാണ്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ICC വനിതാ ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 178 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 46.1 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. ശ്രീലങ്കയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3 മണിക്കാണ് മത്സരം. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ ഭാഗികമായി പിൻവലിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഗാസ മുനമ്പിന്റെ പകുതിയോളം കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രദേശത്തിനുള്ളിലെ യോജിച്ച സ്ഥാനങ്ങളിലേക്ക് സൈന്യം പിൻവാങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ ബന്ദികളെ മോചിപ്പിക്കൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് ഇസ്രായേൽ അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ ഘട്ടങ്ങൾ ഇപ്പോഴും ചർച്ചയിലാണ്. അതേസമയം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗാസ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ ഹമാസ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അടുത്ത മാസം മുതൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 100% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിലയേറിയ അപൂർവ ഭൌമധാതുക്കൾക്ക് ചൈന കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നീക്കം. നവംബർ 1 മുതൽ അധിക തീരുവകൾ പ്രാബല്യത്തിൽ വരും. ഫ്രാൻസിൽ സെബാസ്റ്റ്യൻ ലെക്കോർണുവിനെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിച്ചു. ലെക്കോർണു രാജിവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് നിയമനം. രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിക്കാനും ബജറ്റ് തയ്യാറാക്കാനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കടുത്ത സാമ്പത്തിക വെല്ലുവിളികളും കടബാധ്യതയും വർദ്ധിക്കുന്നതിനൊപ്പം ഫ്രാൻസിലെ രാഷ്ട്രീയ പ്രതിസന്ധി യൂറോപ്യൻ യൂണിയനിലുടനീളം ആശങ്ക ഉയർത്തുകയാണ്. ഫിലിപ്പീൻസിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളിൽ 7 പേർ മരിച്ചു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യത്തെ ഭൂകമ്പത്തിന് 7 മണിക്കൂറിന് ശേഷം അതേ പ്രദേശത്ത് 6.8 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനവുമുണ്ടായി. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും പാലങ്ങൾക്കും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഇന്ത്യ സാധ്യമാകാൻ സമത്വം, നീതി, ഗോത്രവർഗ്ഗങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവ ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർഷിക മേഖലയിലെ സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. കേരളത്തിൽ പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നാളെ. പെൺകുട്ടികൾ നയിക്കുന്ന മാറ്റം എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഗാസയിൽ നിന്ന് സൈന്യത്തെ ഭാഗികമായി പിൻവലിച്ച് ഇസ്രായേൽ. വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.